കുറച്ചധികം വർക്കിന്ന് തീർത്ത് കൊടുത്ത് വിടാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ ഐറ്റം. നമ്മൾ നെറ്റിലാണ് ചെയ്തേക്കുന്നത്. നെറ്റ് തന്നെ താഴെ ഒരു ലെയർ ലൈനിങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ യോക്ക് കട്ട് ചെയ്തിട്ട് താഴേക്ക് പാനൽ വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഷോള് നമ്മൾ ഇത് സെയിം മെറ്റീരിയൽ എടുത്തിട്ട് സൈഡിൽ ലേസ് പിടിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത്. ലേസൊക്കെ ഞാൻ തന്നെ വാങ്ങി വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ വന്ന് ഇട്ട് നോക്കി കൃത്യമായിരുന്നു കേട്ടോ, കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഇതെടുത്ത ആളുടെയാണ്. ഇത് നമ്മൾ സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സ്കേർട്ടായിരുന്നു, പക്ഷെ നമ്മൾ ഫുൾ അഴിച്ചിട്ട് രണ്ടാമത് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു. ഈ സെമി സ്റ്റിച്ച്ഡ് ആയിട്ട് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത മെറ്റീരിയൽ. ഇത് നമ്മൾ സ്കേർട്ടും ടോപ്പും നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയായിരുന്നു കേട്ടോ പ്ലീറ്റ്സ് ഒക്കെ. അപ്പോൾ അതായത് ഇതിൻ്റെ നെക്ക് ഇങ്ങനെ ബാക്കിലെ ബ്ലൗസിൻ്റെ നെക്കിൽ മാത്രമാണ് കേട്ടോ കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ബാക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ലേസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ കാലുകൾ വന്നു കേട്ടോ, പിള്ളേരൊക്കെ കൂടി ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ അവരോട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഈ ബ്ലൗസിൻ്റെ നെക്ക് സ്ലീവിൽ ഒരു ലേസ് പോലെ പകുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേണോ വേണ്ടോ എന്ന് ചോദിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടായിരുന്നു. പക്ഷെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ, കാരണം ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അത് വെച്ചിട്ട്. ഇതായിരുന്നു കേട്ടോ ബ്ലൗസ് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ലേസ് ഞങ്ങൾ അഴിച്ച് കളയാനുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കിനും ഒരു ഷോൾ വെട്ടിയിട്ട് രണ്ട് കുഞ്ഞുടുപ്പ് തയ്ക്കാനുണ്ടായിരുന്നു. അതുകൂടാണ്ട് വേറൊരു ഉടുപ്പും കൂടി തയ്ക്കാനുണ്ടായിരുന്നു. നേരത്തെ തയ്ച്ചുകൊണ്ടിരുന്നൊരു കസ്റ്റമറുടെ ബാലൻസ് തുണി വെച്ചാൽ പുള്ളിക്കാരത്തിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞുടുപ്പാണ്. അപ്പോൾ 3 കുഞ്ഞുടുപ്പ് നാളെ രാവിലേക്ക് തീർത്ത് കൊടുക്കണമായിരുന്നു. ഒരു 11 മണിയാകുമ്പോഴത്തേക്കിനെ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ നേരത്തെ തീർത്ത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അത് ഇതായിരുന്നു കേട്ടോ ആദ്യത്തെ ഉടുപ്പ്. ഇത് നമ്മളൊരു ചുരിദാർ തയ്ച്ചതിൻ്റെ ബാക്കി തുണി വെച്ചിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തേക്കണത്. അളവൊക്കെ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ആദ്യത്തെ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തേക്കണേ. അപ്പോൾ ഈ അടുത്ത ഉടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഷോളായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ രണ്ട് ഉടുപ്പാണ് സ്റ്റിച്ച് ചെയ്തേക്കണത്. ഇങ്ങനെയായിരുന്നു കേട്ടോ പുള്ളിക്കാർ തന്ന പാറ്റേണാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിൽ നമ്മൾ പ്രസ് ബട്ടണാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു വള്ളിയുടുപ്പായിരുന്നു കേട്ടോ. ഇതാണ് ഉടുപ്പിൻ്റെ ലുക്ക്. എന്തായാലും രാത്രി ആയപ്പോഴും നമ്മളതെല്ലാം തീർത്ത് വെച്ചിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അതാണ് കേട്ടോ നമുക്കൊരു സമാധാനം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ.